എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന ഹൈവേ, അതിൽ നമ്മുടെ RMHS സ്കൂൾ കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവർ ഇറങ്ങി, ആളൂർ ഫ്ലൈ ഓവർ ഇറങ്ങി RMHS സ്കൂൾ കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതെൻ്റെ പിറകിലൊരു സംഭവം നിൽക്കണ്ട, അപ്പോൾ അങ്ങനെ സ്വാഗതം ഓതിയിട്ടാണ് നിൽക്കുന്നത്. സ്വാഗതം ഓതി റോഡിലേക്കാണ് നിൽക്കുന്നത്. ഈ മരത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മരത്തിൻ്റെ അവസ്ഥ, ഞാൻ ഈ മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നോക്കിയതാ, വളരെ അപകടാവസ്ഥയിലാണ് ഈ മരം നിൽക്കുന്നത്. ഇതിൻ്റെ ഈ പറയുന്ന ശിഖരങ്ങളും ചില്ലകളൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ നിൽപ്പ് തുടരാണ്. ഇത് ഏതെങ്കിലും യാത്രക്കാരുടെ മേത്തേക്കോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ മേത്തേക്കോ വീഴാൻ സാധ്യതയില്ല. സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നു. ഈ റോട്ടിൽ കൂടെ എത്ര അധികൃതർ പോകുന്നുണ്ടാവും? പഞ്ചായത്ത് അധികൃതർ പോകുന്നുണ്ടാവും, അതുപോലെ തന്നെ MLA പോകുന്നുണ്ടാവും, അതുപോലെ തന്നെ ഈ PW റോഡിൻ്റെ അധികൃതർ പോകുന്നുണ്ടാവും, എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരും നാട്ടുകാരും ഒക്കെ പോകുന്നുണ്ടെന്ന്. പക്ഷേ ഈ സംഭവത്തെ പറ്റി മാത്രം ആരും കാണുന്നില്ല. കാഴ്ച എന്താ കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ചികിത്സ തേടേണ്ട സമയങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അങ്കമാലി LF പോയി ഉടനെ ചികിത്സ തേടേണ്ട സംഗതിയാണ്. കാരണം ഇതുപോലൊരു അപകട ഭീഷണിയിൽ ഇങ്ങനൊരു മരം ഇവിടെ നിർത്തി, മരം എന്ന് പറയാൻ പറ്റില്ല, അത് ചാഞ്ഞു തുടങ്ങിയത്, കുറച്ചും കൂടി ചാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കടഭാഗത്തൊക്കെ പൂതലിച്ച സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്, തൊലി പോയിട്ടുണ്ട്, ഇപ്പോൾ തൊലി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ഈ സംഭവം. ഈ സ്വാഗതം മോദി നിൽക്കുന്ന ഈ മരത്തിനെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇതിൽ ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഞാനിത് പറയാൻ കാരണം, ഈ മരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കൊല്ലം മുൻപാണ് ഇതുപോലെ തന്നെ ഒരു 2 വീലറുമ്പോൾ സഞ്ചരിച്ചിരുന്ന ഒരു ഫാമിലിയുടെ മേത്തേക്ക് മരം വീണ് എല്ലാ ചേച്ചി മരണപ്പെടാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഈ മരത്തിനെ ഇതുപോലെ തന്നെ നിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതിയാണ്. നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി. നാട്ടിലെ ആളുകളോടും നാടിനോടും ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണം. സത്യപരമായ ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാവണം. കാരണം ഇത് വീണ് ഇനി മഴ മുന്നറിയിപ്പുകളുണ്ട്, മഴ കാറ്റ് ഇതൊക്കെ വന്ന് ഈ സാധനം വീണ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദി വേറെ ആരുമല്ല, ഈ അധികൃതർ തന്നെയായിരിക്കും തന്നെയാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഉടനെ തന്നെ കൃത്യമായൊരു ഇടപെടൽ നടത്തി മരം വെട്ടി മാറ്റണമെന്ന് തന്നെയാണ് അഭ്യർത്ഥന പറയാനുള്ളത്. കുട്ടികളുടെ വാഹനങ്ങൾ പോകും ഒക്കെ ഉള്ളതാണ്. അപകടം ക്ഷണിച്ചു വരുത്തരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.